നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് ഒന്ന് കൂട്ടുന്നതിന് വേണ്ടി, അതായത് ജനകീയനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയൊക്കെ വല്ലാത്ത പാടുപെടലാണ് CPM. അതിൻ്റെ ഭാഗമായിരുന്നു മോഹൻലാലുമായിട്ടൊക്കെ ഉള്ള ഒരു ഇൻ്റർവ്യൂ. 11 ലക്ഷത്തോളം മുടക്കിയാണ്. പക്ഷെ എന്ത് ചെയ്താലും ഈ ചില സമയത്ത് ഈ ഉള്ളിലുള്ള തനി സ്വഭാവം പുറത്തു വരും, ഈ തൊട്ടിത്തരം പുറത്തു വരും എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ ഇമേജ് പൊക്കിപ്പിടിക്കാൻ CPM ശ്രമിക്കുമ്പോൾ അതെല്ലാം കളഞ്ഞു കുളിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം കോന്നിയിൽ CM ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയടാ എന്ന് പറയുന്ന പിണറായി വിജയന്, അത് പക്ഷേ ചിരിച്ചുകൊണ്ടല്ല പറയുന്നത്. പിണറായി വിജയൻ ഒരു തമാശ രൂപേണയാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം അപ്പോഴത്തേക്ക് ആ മുഖം അങ്ങ് വലിഞ്ഞു മുറുകുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ കണ്ടു. പണ്ടൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ കുറിച്ച് നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഉള്ളിലൊരു പാർട്ടി സെക്രട്ടറി തന്നെയാണ് പിണറായി വിജയൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഈ ഇമേജ് വെളുപ്പിക്കാൻ ഇങ്ങനെ CPM ഈ ലക്ഷങ്ങൾ മുടക്കുമ്പോഴത്തേക്ക് ഈ പിണറായി വിജയൻ ഇങ്ങനെ അവരെ അങ്ങ് പറ്റിക്കാൻ പാടുണ്ടോ? അല്ല, ഈ നീലക്കുറുക്കൻ ഓരിയിട്ടതുപോലെയായി. ഇപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത് കേരളത്തിലൊരു ക്ലീഷ ആയിരിക്കുക. CPMൻ്റെ പ്രാദേശിക നേതാക്കളും സഖാക്കളും അന്തംഗമ്മികളും ഒക്കെ ആളുകളോട് ഒന്ന് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ഈ LDFകാർ പറയുമ്പോൾ അത് വീട്ടിൽ പോയി പറഞ്ഞേക്കാൻ ആളുകൾ പറഞ്ഞു തുടങ്ങി. നീലക്കുറുക്കൻ രാജാവായ പിന്നീട് ഓരിയിട്ട കഥ പോലെ ഇരിക്കുന്നു. നീലക്കുറുക്കൻ്റെ കഥ അറിയാമല്ലോ, വളരെ രസകരമാണ്. നീലക്കുറുക്കന് ആഹാരം തേടി കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തിയ നീലക്കുറുക്കന് ഒരു സംഘം നായ്ക്കൾ വളഞ്ഞു. അപ്പോൾ നായ്ക്കൾ കടന്നാക്രമിച്ച നീലക്കുറുക്കൻ ഒരുവിധം ഓടി ഒരു രക്ഷപ്പെട്ടൊരു വീടിൻ്റെ പിന്നാമ്പുറത്തെത്തി. അതൊരു അലക്കുകാരുടെ വീടായിരുന്നു. ഈ വസ്ത്രങ്ങൾ അലക്കി ഉണക്കുന്നതിന് മുൻപായി നീലച്ചായ മുക്കേണ്ടിയിരിക്കും. അപ്പോൾ ഈ നീലച്ചായം വലിയ കൊട്ടകത്തിനുള്ളിൽ, വലിയ പാത്രത്തിനുള്ളിൽ നിറച്ച് വീടിൻ്റെ പിന്നാമ്പുറത്ത് വെച്ചിരുന്നു. അപ്പോൾ ഈ കുറുക്കന് ഭയങ്കര ദാഹമുണ്ട്, ഭക്ഷണമൊന്നും കിട്ടിയില്ല. നായ്ക്കളെല്ലാം ഓടിച്ചാണ്. ഈ പാത്രത്തിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പാത്രത്തിൻ്റെ അകത്തേക്ക് തലയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വീണുപോയി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നീലക്കുറുക്കൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ട നേരത്തിന് ഈ അലക്കാരി ഒച്ച കേട്ട് ഓടി വന്നപ്പോൾ ഒരു കുറുക്കൻ ആയിരിക്കാം, എന്തായാലും ഒരു ജീവി പാത്രത്തിൽ ചാടി പുറത്തേക്ക് ചാടി. അപ്പോൾ ഈ അലക്കാരിയെ കണ്ട് കുറുക്കൻ വരണ്ട് ഓടി. ചിലരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഓടിക്കയറിയതുപോലെ. എന്തായാലും ഈ നീലക്കുറുക്കൻ വഴിയിലേക്ക് വന്നപ്പോൾ അതേ നായ്ക്കൂട്ടം നിൽക്കുന്നു. നീലക്കുറുക്കൻ വരണ്ടു പോയി. കാരണം ഈ നായ്ക്കൂട്ടം എല്ലാം കൂടെ തന്നെ കടിച്ചു കീറുമോ എന്ന് ഭയന്ന കുറുക്കൻ തിരിച്ച് ഓടാൻ ശ്രമിക്കുമ്പോൾ ഈ നായ്കളെല്ലാം ഭയപ്പെട്ട് പുറകോട്ട് മാറുകയാണ്. അപ്പോൾ നീലക്കുറുക്കനൊന്നും മനസ്സിലാകുന്നില്ല. നായ്കളെല്ലാം പിന്നോട്ട് മാറി അതുങ്ങൾ വരണ്ടു ഓടുകയാണ്. കുറുക്കൻ തിരികെ കാട്ടി വന്ന് കയറി. ആ കാണുന്ന മൃഗങ്ങളൊക്കെ ഈ നീലക്കുറുക്കനെ കണ്ട് ഭയങ്കര ഭയഭക്തിയോടെ നിൽക്കുന്നു. ചിലർ ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ നീലക്കുറുക്കൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി അരുവിയുടെ ചെന്നപ്പോഴാണ് തൻ്റെ യഥാർത്ഥ നിറം കാണുന്നത്, രൂപം കാണുന്നത്. അപ്പോഴാണ് കുറുക്കൻ ഓർത്ത് പാത്രത്തിൽ ചാടി വരും. അപ്പോൾ കുറുക്കൻ ഒരു ബുദ്ധി തോന്നി. കുറുക്കൻ അവിടെയുള്ള മൃഗങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാട്ടിലെ പുതിയ രാജാവാണ് ഞാൻ. അപ്പം മൃഗങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനൊരു മൃഗത്തെ ഇതുവരെ അവരാരും കണ്ടിട്ടുമില്ല. അങ്ങനെ കാട്ടിലെ രാജാവായി. എല്ലാ മൃഗങ്ങളും അനുസരിക്കാൻ തുടങ്ങി. കുറുക്കനുള്ള ഭക്ഷണം മറ്റ് മൃഗങ്ങൾ തേടി പിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കും. അലസത അങ്ങ് കുറുക്കൻ വളരെ അഹങ്കരിച്ച് മറ്റുള്ളവർക്ക് മുന്നിലൊക്കെ ഭയങ്കര രാജാവിൻ്റെ റോളൊക്കെ ആർമാദിച്ചാഘോഷിച്ച് കുറുക്കൻ ജീവിച്ചു. എന്നാൽ ഇടയ്ക്ക് പൗർണമി ദിവസം വന്നു. പിന്നീട് അതുവരെയും കുറുക്കൻ വലിയ രാജാവാണ്, കാട്ടിലെ രാജാവാണ്. ആരും ചോദ്യം ചെയ്യാനില്ല. കുറുക്കന് മുന്നിൽ മറ്റു മൃഗങ്ങളൊക്കെ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നു. ഈ പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉദിച്ചുയരുന്ന ഒരു കാഴ്ച, അത് ഈ കുറുക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. ആ പൗർണമി ദിനം ഊരിയിട്ട് പോകും. അപ്പോൾ കുറുക്കന്മാരെല്ലാം കൂടെ രാത്രിയിൽ ഊരിയിട്ടപ്പോൾ താൻ രാജാവാണ് എന്ന കാര്യം നമ്മുടെ നീലക്കുറുക്കൻ മറന്നുപോയി. ഈ കുറുക്കനും കിടന്ന് ഊരിയിടാൻ തുടങ്ങി. അപ്പോൾ മൃഗങ്ങളെല്ലാം ഓടി വന്നു. സംഗതി ആള് കുറുക്കൻ തന്നെയാണ് എന്ന് മനസ്സിലായി. മൃഗങ്ങൾക്ക് തങ്ങൾക്ക് അമ്പിളി പറ്റിയതോർത്ത് ഈ നീലക്കുറുക്കനെ ആക്രമിക്കാൻ തുടങ്ങി. കുറുക്കൻ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആ കാട്ടിൽ കുറുക്കനെ കണ്ടിട്ടില്ല. കുറുക്കൻ എങ്ങോട്ട് പോയി എന്നറിയില്ല. അപ്പോൾ നീലക്കുറുക്കൻ ഊരിയിട്ടതിന് സമാനമാണ് ഇപ്പോൾ ചിലരുടെ ഈ വീട്ടിൽ പോയി ചോദിക്കുക എന്നുള്ള പ്രയോഗങ്ങളൊക്കെ. ഈ പ്രയോഗം നടത്തിയ പിണറായി വിജയനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത് അടക്കി നിർത്താൻ പലപ്പോഴും പിണറായി വിജയന് കഴിയാറില്ല. സുധാകരൻ വർഷങ്ങളോളം പിണറായി വിജയൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചൊരു നേതാവാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയ ഘട്ടത്തിൽ പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ താൻ സന്തോഷിക്കുമെന്ന്. പിണറായി വിജയനെ ഒരു തരത്തിലും വിമർശിക്കാനും മുതിർന്നില്ല. എന്നാൽ തൻ്റെ
ഒരു അധികാര ശ്രേണിയിൽ നിന്ന് ഒരു അന്തംഗമ്മിയായി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ജി സുധാകരൻ പുറത്തേക്ക് പോയത് പിണറായി വിജയനെ അത്രയേറെ ചുടിപ്പിച്ചു. പിണറായി വിജയന് ജി സുധാകരനോട് കലിപ്പുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ വാക്കിൽ നിന്നും വന്നിരിക്കുന്ന ആ ചെറ്റത്തരം എന്ന പ്രയോഗം. ജി സുധാകരൻ ചെയ്തത് ചെറ്റത്തരം എന്നാണ് പിണറായി പറഞ്ഞത്. ഇന്ന് പിണറായി വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ചെറ്റത്തരം പിന്നെ വേറെ ഏത് വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കുമെന്ന്. ചെറ്റത്തരം എന്ന പ്രയോഗം നടത്തിയ പിണറായി വിജയൻ എന്നെ ചെറ്റയെന്ന് വിളിച്ചു എന്നാണ് ജി സുധാകരൻ പറയുന്നത്. അപ്പനും അമ്മയിട്ട് നല്ല പേരുണ്ട് സുധാകരൻ. പിണറായി ഇപ്പോൾ എനിക്ക് പുതുതായി ചാർത്തിയിരിക്കുന്നത് ചെറ്റ എന്ന പേരാണ്. അതിനതേ സംസ്കാരത്തിൽ മറുപടി പറയാൻ തനിക്ക് കഴിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. എന്തായാലും അതോടെ സുധാകരന് മുന്നിൽ പിണറായി വിജയൻ വളരെ ചുരുങ്ങിപ്പോയി. അപ്പോൾ നീലക്കുറുക്കൻ്റെ തനി സ്വഭാവം പാർട്ടിന് അണികൾ കണ്ടു. അങ്ങനെയാണ് കോന്നിയിലെത്തുന്നത്. കോന്നിയിൽ ഒരു പൊതു സമ്മേളനത്തിൽ സംസാരിക്കുന്ന പിണറായി വിജയൻ ഒരു ഹാളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം. ഇനി ആരെങ്കിലും എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അവനെ ഉന്നവിടും. അത് പിണറായി വിജയൻ്റെ കൂടെയുള്ള പാർട്ടി സഖാക്കളൊക്കെ അത് ഏറ്റെടുത്തോളും. രാജാവിന് മുന്നിൽ അടിമകൾക്ക് വലിയ സ്വാധീനമൊന്നുമില്ല, സ്വാതന്ത്ര്യമില്ല. അതാണ് അതിനകത്തുള്ളൊരു ശ്രേണി ഘടന. അങ്ങനെ ഒരു അധികാരം പങ്കുവയ്ക്കുന്ന ഒരു ഘടനാപരമായ ശൈലിയൊന്നും ഇപ്പോഴത്തെ സി പി എമ്മിനുള്ളിലില്ല. സി പി എമ്മിൽ ഒരൊറ്റ രാജാവും പ്രജകളും മാത്രമേ ഉള്ളൂ. പ്രജകളൊക്കെ അന്തംഗമ്മികളാണ്, അടിമക്കണ്ണുകളാണ്. അങ്ങനെ ഒരു സ്ഥലത്തെ പൊതുസമ്മേളനം, അത് കോന്നി പോലെ ഒരു നാട്ടുപ്രദേശത്തെ ഒരു പൊതുസമ്മേളനം. അവിടെയാണ് ദാസ് പി ജോർജ് എന്നൊരു തനി നാട്ടിൻപുറത്തുകാരൻ, ഒരു ഗ്രാമീണൻ പിണറായി വിജയൻ ഈ പ്രസംഗത്തിൽ തള്ളി മറിക്കുന്നത് കണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഒരു ചിന്തയിൽ ഉരുത്തിരിഞ്ഞൊരു ചോദ്യം പെട്ടെന്ന് CMA ഒരു ചോദ്യം ന്യായമായിരുന്നത്. കാരണം അയാളുടെ ആത്മാർത്ഥത കാരണമാണ് അയാൾ ആ ചോദ്യം ഉയർത്തിയത്. അയാൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു, കേന്ദ്ര സർക്കാർ നമ്മളെ സാമ്പത്തികമായി ഇനിയും തളർത്തിയാൽ, സാമ്പത്തികമായി ഞെരുക്കിയാൽ എങ്ങനെ ഈ വികസന പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൻ്റെ വിഭവങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ അതൊക്കെ വളരെ കൂടുതലാണ്. വിഭവങ്ങളല്ല, ജനസംഖ്യ. പക്ഷെ നമുക്ക് കിട്ടുന്ന വിഭവങ്ങളും പണവും കുറവാണ്. എന്നിട്ട് നമ്മൾ വികസനത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിച്ചു എന്നൊക്കെയാണ് തട്ടിയത്. അപ്പോഴാണ് ഈ അന്തംഗമ്മയുടെ ഈ ഒരു ചൊറിച്ചിലല്ല, പാവം അറിയാതെ പറഞ്ഞതാണ്. ഉടനെ പിണറായി വിജയൻ്റെ നിയന്ത്രണം തെറ്റിപ്പോയി. നമ്മൾ എത്ര മൂടി വെച്ചാലും, എത്ര പുട്ടിയിട്ടാലും, എത്ര അടക്കി പിടിച്ചാലും ഉള്ളിലുള്ള ആ വിഷം ഇടയ്ക്ക് പുറത്തേക്കൊന്ന് ഛർദ്ദിക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഇതിങ്ങനെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് ഇത്തരം പ്രയോഗങ്ങൾ പുത്തരിയല്ല. അതിന് CPM പറയുന്നത് ഇത് നാടൻ ശൈലിയിലുള്ള പ്രയോഗമാണെന്നാണ്. പക്ഷേ ഇതത്ര നാടൻ ശൈലിയൊന്നുമല്ല. വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്നത് ഒരു ഗുണ്ടായിസമാണ്, ഒരു ഗുണ്ടാ ഭാഷയാണ്. പഠിച്ചും ശീലിച്ചും വന്ന ഒരു സംസ്കാരം ഒരു വ്യക്തിയെ ഇത്തരം പ്രയോഗങ്ങൾക്ക് അനുവദിക്കത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ സംസ്കാരത്തിലെ പാളിച്ചകൾ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ തുറന്നെഴുത്തുകൾ കാണുന്നത് ഒരു ഓഫ് ഹാൻഡായിട്ടുള്ള സംഭാഷണത്തിലാണ്, പ്രത്യേകിച്ച് ഒരുക്കമൊന്നുമില്ലാതെ സംസാരിക്കുമ്പോഴാണ്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ വളരെ കർക്കശമായി ഇടപെടുമ്പോഴാണ് നമ്മുടെ സംസ്കാരം കൂടുതൽ പ്രകടമാകുന്നത്. അപ്പോഴും സംസ്കാരത്തോടെ സംസാരിക്കാൻ കഴിയണം. നമ്മളിതിന് നേരെ വിരുദ്ധമായി 2011 ഉമ്മൻചാണ്ടിയുടെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നു, ഞങ്ങൾ മദ്യത്തിന് വില ഉയർത്തും, മദ്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞൊരു അതും തള്ള് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് പക്ഷേ ഉമ്മൻചാണ്ടി കുറേ അത് നീതി പാലിച്ചു. അപ്പോൾ കോൺഗ്രസ്സുകാരാവട്ടെ, പിന്നെ എന്തും ചോദിക്കാമല്ലോ. കോൺഗ്രസ്സുകാരൻ ചോദിക്കുന്നു, അപ്പോൾ ഈ നമ്മൾ കുടിയന്മാരെന്ത് ചെയ്യുമെന്ന്. ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. വളരെ സരസമായി ചിരിച്ച് നിങ്ങളെയും കൺസിഡർ ചെയ്യുമെന്ന് പറയുന്ന ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയാണ് ഈ പിണറായി വിജയൻ്റെ ഈ ശൈലിയുമായി താരതമ്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് ഇടവരുന്നത് 2 പ്രയോഗം. ഒന്ന് വീട്ടിൽ പോയി ചോദിക്കുക, 2 ചെറ്റത്തരം. എന്നാൽ പണ്ടൊരു ഇലക്ഷനിൽ നമുക്കറിയാം നികൃഷ്ടജീവി ഒരു ബിഷപ്പിനെയാണ്, താമരശ്ശേരി ബിഷപ്പിനെയാണ് പിണറായി വിജയൻ നികൃഷ്ടജീവി എന്ന് ആക്ഷേപിച്ചത്. കൊല്ലം തെരഞ്ഞെടുപ്പിൽ, അന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDFിലുണ്ടായിരുന്ന പ്രേമേന്ദ്രൻ പുറത്തേക്ക് പോയപ്പോൾ പരനാറി എന്നാണ് വിളിച്ചത്. പക്ഷേ പരനാറി പണി കൊടുത്തു. ആ പരനാറിയിൽ CPM ആട്ടപടലം അന്ന് പാളിപ്പോയി. ഈ 2 പ്രയോഗങ്ങൾ ഇപ്പോൾ പിണറായി വിജയൻ്റേതായി CPM ചർച്ചകൾക്ക് വിധേയമാകുമ്പോൾ നമുക്കറിയാം മറ്റൊരുപാട് മെയിൻ സ്ട്രീം വിഷയങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മാറിപ്പോവുകയാണ്. എങ്കിലും ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകാനും പാടില്ല. കാരണം ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന്
ഇത്തരം മലീമസമായ മ്ലേച്ഛമായ വാക്കുകൾ പുറത്തേക്ക് വരാൻ പാടുള്ളതല്ല. മുമ്പ് സതീശനെ മൈക്ക് ഓഫാണ് എന്ന് കരുതി സമയം വൈകിയതിൻ്റെ പേരിൽ ഒരു ചീത്ത വാക്ക് വിളിച്ച് ബഹളം ഉണ്ടാക്കുന്ന നമ്മൾ കേസ് ഉദാഹരണം കണ്ടു. അന്ന് CPM ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. ഇത്തരം പ്രയോഗങ്ങൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളാണ് നടത്തിയിരുന്നെങ്കിൽ, അല്ലെ സുരേഷ് ഗോപിയാണ് നടത്തിയിരുന്നത് എങ്കിൽ ഈ CPMൻ്റെ സൈബർ സഖാക്കൾ അവരെ വെറുതെ വിടുമോ? ഇപ്പോൾ പിണറായിക്ക് എന്തുമാകാം, എന്ത് ഗുണ്ടായുസവുമാകാം, ആരെയും ഭയപ്പെടുത്താം. അപ്പോൾ ഇതല്ലേ പിണറായിയുടെ ഭരണത്തിലുള്ള ശൈലി? കേരളത്തിലെ സാധാരണ ജനങ്ങൾ വിശ്വസിച്ച് ഒരു ഭരണകൂടത്തിന് അധികാരം കൈമാറി ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി വെക്കുമ്പോൾ ജനമൊക്കെ വെറും അടിമകളാണ് എന്നിവർ കരുതാമോ? ഇതാണ് ഇതിൻ്റെ ഒരു കാലികമായ ഒരു ചോദ്യം. ഇവിടെ ഈ പറയുന്ന ഗുണ്ടായുസമൊക്കെ കാണിക്കാൻ പിണറായി ഇടയ്ക്കിടയ്ക്ക് തലപോക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഒരു ഭയം, കാരണം ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണെന്നുള്ള ഒരു ഭയം. കാരണം മുൻപൊക്കെ ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ വാർത്താ സമ്മേളനത്തിന് ഇരിക്കുമ്പോൾ പിണറായിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കടക്ക് പുറത്തെന്ന് പറയുന്ന പിണറായിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൈക്ക് ഓഫാക്കി കഴിഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്ന പിണറായിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സീൻ നമ്മൾ കണ്ടു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ കണ്ട് അതൊന്ന് വെളുപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വലിയ വ്ളോഗറാണ്, മില്യൺ കണക്കിന് ആൾക്കാർ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അതിൽ പിണറായി വിജയൻ പോകുന്നു. പിണറായി വിജയൻ അപ്പോൾ ഈ സുജിത് ഭക്തൻ ചോദിക്കുകയാണ്, എനിക്ക് CMO ആയിട്ട് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ പേടിയാണ്, കടക്ക് പുറത്ത് പറയുമോ? പെട്ടെന്ന് പിണറായി പറയുന്നുണ്ട്, അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ്. ധാർഷ്ട്യം, എനിക്ക് ധാർഷ്ട്യമാണെന്നുള്ളത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റേ ഗോഡ് ഫാദറിലെ ഡയലോഗാണ്, കയറി വാടാ മക്കളെ. അപ്പോൾ അത്തരത്തിൽ ഇതായത് ഈ തന്നെ വെളുപ്പിക്കാൻ കുറച്ചധികം പണിയെടുക്കുന്ന പിണറായിയെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇതുപോലെ ഈ മോഹൻലാലുമായിട്ടുള്ള ഇൻ്റർവ്യൂ, ഈ സുജിത് ഭക്തനുമായിട്ടുള്ള പോഡ്കാസ്റ്റ്. അപ്പോൾ മാധ്യമങ്ങളാണ് എന്നെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നുള്ള വലിയൊരു വിമർശനം പിണറായി ഉയർത്തുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്താണ് ഇനി തെറ്റ്? അല്ല, ഇതൊക്കെ ക്യാമറയിൽ കണ്ടതല്ലേ, ഇതൊക്കെ മൈക്കിൽ റെക്കോർഡ് ചെയ്തതല്ലേ ഇതൊക്കെ. പക്ഷെ പിണറായി പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇത് വലിയ ഒരു ഇതിൻ്റെ അകത്ത് ഈ പ്രവൃത്തി എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണ്. ഇപ്പോഴത്തെ മാധ്യമങ്ങളെ നമുക്കറിയില്ലേ, പിണറായി വിജയനെതിരെ വാർത്തകളൊന്നും കൊടുക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിണറായി പറയുന്ന തനിക്കെതിരെയുള്ള വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. തനിക്കെതിരെ വാർത്തകളൊന്നും കൊടുക്കാൻ പാടില്ല. പിണറായിയുടെ ഒരു ശൈലി അത്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് നമ്മുടെ പത്രങ്ങൾക്കും ചാനലുകൾക്കും ചാകരയാണ്. കിഫ്ബി വഴി കോടാനുകോടി രൂപയുടെ പരസ്യം വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനെതിരെ അവർക്കൊന്നും പ്രതികരിക്കാനൊന്നും പറ്റിയല്ല. പക്ഷേ ഇമാതിരി ചില വർത്തമാനങ്ങൾ പറഞ്ഞാൽ അതൊന്ന് കയറി പിടിച്ച് ഒന്ന് മൂപ്പിക്കാം. നമ്മൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ പാറശാല വരെ ഒന്ന് യാത്ര ചെയ്തേ, യെല്ലോ ഫ്ലെക്സ് ബോർഡുകൾ, വലിയ ഈ ഹോർഡിങ്സ് ഉണ്ടല്ലോ, വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ പരസ്യത്തിന് ഉപയോഗിക്കുന്ന ഹോർഡിങ്സ് നിറയെ പിണറായി വിജയൻ്റെ ഒരു വലിയ ഫോട്ടോ, സൈഡിൽ എന്തെങ്കിലും ചെറുതായിട്ട് എഴുതും, അന്നം ഉണ്ണാത്തവരായി ആരുണ്ട്, ഇങ്ങനത്തെ ഓരോ പൊട്ട ക്യാപ്ഷനാ. ചികിത്സ കിട്ടാത്തവരായി ആരുണ്ട്, പഠനത്തിന് പുസ്തകങ്ങൾ കിട്ടാത്തതായി ആരുണ്ട്, ഞങ്ങളല്ലാതെ ആരുണ്ട്. അപ്പം അത് തന്നെ എന്തൊരു ധാർഷ്ട്യമാണ്, ഞങ്ങളല്ലാതെ ആരുണ്ട്. അതൊരു ധാർഷ്ട്യത്തിൻ്റെ ഭാഷയാണ്. അവിടെയാണ് ഞങ്ങളല്ലാതെ ഇവിടെ പലരുമുണ്ട് എന്ന് പല നേതാക്കളും ഇപ്പോൾ ഉച്ചത്തിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ചോദ്യം, എൻ്റെ ഉത്തരവ്, അതൊരു പുതിയ ശൈലിയാണ് കേരളത്തിന്. അതിൽ ഏകാധിപത്യമുണ്ട്, സ്വേച്ഛാധിപത്യമുണ്ട്, ധിക്കാരമുണ്ട്, ധാർഷ്ട്യമുണ്ട്. അത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ അംഗീകരിക്കില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷം അവർ പിണറായി വിജയനെ പരീക്ഷിച്ചു. അത് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയിലുമൊക്കെ സംഭവിച്ച ഒരുപാട് ദുർബലമായ അവരുടെ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും കാരണം ഉണ്ടായ ഒരു പ്രത്യേക സ്ഥിതിവിശേഷം. നമ്മളൊക്കെ പറയും കോവിഡ് കാരണം പിണറായി വളരെ ഫ്ലൂക്കിനും കയറുമെന്ന്. അതല്ല, പിണറായി വിജയൻ വളരെ സമർത്ഥമായെന്ന് സമുദായ ഇക്വേഷനുകൾ ഉപയോഗിച്ചു 2021 തെരഞ്ഞെടുപ്പിൽ. അന്ന് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ തൻ്റെ പെട്ടിയിലാക്കാൻ അന്ന് പിണറായി വിജയന് കഴിഞ്ഞിരുന്നു. പിന്നെ കോൺഗ്രസ്സിൽ അന്നും ഒരു ഐക്യബോധമില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഐക്യബോധമില്ല, പക്ഷെ ജനം എങ്ങനെയും പിണറായി വിജയനെ ഇറക്കി വിടണം എന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടില്ല. അതുകൊണ്ടാണ് പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ പരീക്ഷണം ഇപ്പോൾ നേരിടുന്നത്. പിണറായി വിജയൻ്റെ ഉള്ളിലുള്ള ഇത്തരം വിഷലിപ്തമായ വാക്കുകളും സംസ്കാരവും ശൈലിയും ഒക്കെ പുറത്തു വരുന്നതും ഇതിൻ്റെ ഫലമാണ്.
കാരണം വല്ലാത്തൊരു വെപ്രാളമാണ്. 2 വട്ടം കേരളം ഭരിച്ച് അതിൻ്റെ സർവ്വ സ്വേച്ഛാധിപതിയായിരുന്ന ക്ലിഫ് ഹൗസ് അടക്കം തൻ്റെ കുടുംബ വീട് പോലെ കരുതുന്ന പിണറായി വിജയൻ, ക്ലിഫ് ഹൗസിൽ പിണറായി വിജയനും ഭാര്യ ഉണ്ടെങ്കിൽ നേരെ നോക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസും ഭാര്യയും. അപ്പോൾ മന്ത്രിമാരുടെ വാഹനങ്ങൾ, മന്ത്രിമാരുടെ വസതികൾ, വലിയ പരിവാരങ്ങൾ, CPM എന്ന അച്ചടക്കമുള്ള അടിമക്കണ്ണുകൾ. അപ്പോൾ ഇവരുടെ ഒക്കെ മുകളിൽ കേരളത്തിലൊരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഇത് കൈവിട്ട് പോകാൻ വല്ലാത്തൊരു മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരും പിണറായിയെ പോലൊരു ഏകാധിപതിക്ക്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥനാകുന്നത്, മറ്റുള്ള നേതാക്കൾ തന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അത് ചെറ്റത്തരമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. പിണറായി വിജയൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയതേ ഉള്ളൂ പണി. ഇനിയിപ്പോൾ അങ്ങ് കാസർഗോഡ് എത്തുമ്പോഴേക്കും എന്തായാലും വിജയം UDF ഉറപ്പിച്ചുകൊണ്ടുള്ള സംഭാഷണങ്ങൾ പലതും കേൾക്കാം. ഇനിയിപ്പോൾ കട്ടപ്പനയിൽ നിന്ന് എന്തൊക്കെയോ വിവരക്കേടുകൾ പറയുന്നുണ്ട്. ഇതിങ്ങനെ തുടരുക. കോന്നിയിൽ നമ്മൾ കേട്ടു, കട്ടപ്പനയിൽ കേട്ടു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPM സ്ഥാനാർത്ഥികൾക്കൊക്കെ പിണറായി വിജയനെ തങ്ങളുടെ മണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ ഭയമാണെന്നാണ്. ഇനിയും പല സ്ഥലങ്ങളിൽ കാതിരപ്പള്ളി പാലമൊക്കെ പോകണമല്ലോ, അവിടെയൊക്കെ എന്തൊക്കെ വിളപ്പ് എന്ന് നമുക്കറിയില്ല. പിന്നെ മലബാറിലേക്കൊക്കെ ചെല്ലുമ്പോഴേക്കും നിയന്ത്രണം വിട്ടുപോകും. കാരണം പണ്ട് 2021 തനിക്കൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിം സമുദായം മൊത്തം ചതിച്ച് തേച്ച് അപ്പുറത്ത് പോയി. അപ്പോൾ അതിൻ്റെ കലിപ്പില്ലാതിരിക്കുകയല്ല. ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ, ഒരു വശത്ത് എല്ലാം കൈവിട്ടു പോകുന്നൊരവസ്ഥ. അതിനിടയിൽ ഇത്തരം പ്രയോഗങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരും. ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ സുധാകരനുമായി ബന്ധപ്പെട്ട ചെറ്റത്തരം എന്ന പ്രയോഗത്തിന് ഇപ്പോൾ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വിശദീകരണം കൊടുത്തത് തന്നെ ഒരു അത്ഭുതമായിട്ടിരിക്കുകയാണ്. കാരണം പിണറായി അതിനൊക്കെ മറുപടി പറയുമോ എന്നുള്ളതാണ്. പക്ഷേ പിണറായി അതിനകത്ത് പറഞ്ഞൊരു വലിയ തമാശ, അതായത് ചെറ്റത്തരം എന്ന വാക്കിന് എന്താണ് കുഴപ്പം, അതെപ്പോഴാണ് അൺപാർലമെന്ററി ആയത്, ഇത് ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു വാക്കാണ്, പുള്ളിയുടെ ശൈലിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു പ്രയോഗം, ഇന്നിപ്പോൾ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് നമ്മൾ നിയമസഭയിൽ പിണറായി വിജയൻ്റെ മ്ലേച്ഛമായിട്ടുള്ള പരാമർശങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ MLA 8.25 അട്ടി വെച്ചതുപോലെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നീളം കുറവായതുകൊണ്ട് അധിക്ഷേപിക്കപ്പെടുന്നത് നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന കോന്നിയിലെ വേദിയിൽ അധിക്ഷേപിച്ചത് ഒരു CPM-കാരനെയാണ്, അന്തംഗമ്മിയെയാണ്. നമ്മൾ അമ്പൂരിയിൽ കണ്ടു ഒരു വനിതാ നേതാവിനെ, CPM-ൻ്റെ വനിതാ നേതാവിനെ അധിക്ഷേപിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടു. അതായത് പാർട്ടിയെ പോലും വെറുപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പിണറായി വിജയൻ്റെ മനോഭാവം മാറുന്നു. പിണറായി വിജയൻ്റെ മനോഭാവം നമുക്കറിയാം. മൈക്ക് ഒടിച്ചു കളയുന്ന പിണറായി വിജയൻ, മൈക്കിനെതിരെ കേസെടുക്കുന്ന പിണറായി വിജയൻ, അങ്ങനെ ഇതൊക്കെ ഒരു വിചിത്ര ജീവിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് മുകളിലേക്ക് അയച്ചതെന്ന് സാധാരണ ജനം ചോദിക്കുന്നത്. കാരണം അപ്പോൾ ഒരു ഭരണാധികാരി എപ്പോഴും ചോദ്യങ്ങൾ കേൾക്കാൻ, ചോദ്യങ്ങൾ നേരിടാൻ സന്നദ്ധനായിരിക്കണം. ജനങ്ങൾ ചോദിക്കും. കാരണം ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഖജനാവിലെ പണമാണ് ഇവരുടെ ചെലവിന് ഉപയോഗിക്കുന്നത്. മോഹൻലാലിന് അന്ന് അഭിമുഖത്തിന് വേണ്ടി ചെലവിട്ട 11,21,000 രൂപ ഖജനാവിലെ പണമാണ്. കിഫ്ബിയിൽ നിന്ന് ചെലവിടുന്നത് ഖജനാവിലെ പണമാണ്. മുഖ്യമന്ത്രിയുടെ യാത്രകൾക്ക്, മുഖ്യമന്ത്രിയുടെ ജീവിതത്തിന് ഖജനാവിലെ പണമാണ് ചെലവിടുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമായി വരും. മറുവശത്ത് CPM-ൻ്റെ വെപ്രാള് ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത്. CPM-നെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോയ ആളുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കുക. ചെറുതാണോ? നമുക്ക് പയ്യന്നൂരിലെ VV കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, അവിടെ ഒരുപാട് ഈ പിണറായി വിജയൻ്റെ ഇതേ ഭാഷയിൽ പറഞ്ഞാൽ അത്തരം കളികൾ ഒരുപാട് അവിടെ നടക്കുന്നു. ഇപ്പോൾ TK ഗോവിന്ദൻ്റെ മരുമകളെ കളത്തിലിറക്കി ഒരു നോമിനേഷനൊക്കെ കൊടുപ്പിച്ച് അവരെ കൊണ്ട് തെരുവിൽ ഒരു പ്രകടനമൊക്കെ നടത്തി CPM കളം പിടിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങ് വരുമ്പോൾ നമുക്കറിയാം അമ്പലപ്പുഴയിൽ സുധാകരൻ, മറുവശത്ത് ഒറ്റപ്പാലത്ത് PK ശശി, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പിന്നെ കോൺഗ്രസ് കൈപ്പത്തിയില്ല, അത് പിന്നെ പോട്ടെ. ബാക്കി 4 പേര് പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്ന് പുറത്തേക്ക് ചാടിയതാണ്. ഇതൊക്കെ കണ്ട് പിണറായിക്ക് ഭയങ്കര വെപ്രാളം ഇത്തവണ. ഇപ്പോൾ കൂടെയുള്ളവരൊക്കെ ചതിച്ചു പോകുന്നു, ഇട്ടേച്ചു പോകുന്നു. പല സ്ഥലങ്ങളിലും CPM നേതാക്കൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പച്ചയ്ക്ക് വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായി പിണറായി പ്രയോഗിക്കും. ഇനിയും ഇത് നമുക്ക് കേൾക്കാം.
പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപ്ഷൻ, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്, ഇടതുപക്ഷമല്ലാതെ വേറെ ആരുണ്ട് എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ അവർക്ക് ഉയർത്താൻ കഴിഞ്ഞത് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ്. കാരണം ആ ഒരു കോൺഫിഡൻസ് ഇടതുപക്ഷത്തിന് കൊടുത്തത് അതുകൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്, നമ്മൾ രാഷ്ട്രീയമായി എതിർപ്പ് പറയുന്നുണ്ട്, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് 10 വർഷത്തെ വികസനങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചും സംസാരിക്കണ്ടേ? കാരണം ഈ പെരുമ്പളം പാലമൊക്കെ അവർ അവിടുത്തെ ആ ജനങ്ങളുടെ ആ ഒരു സന്തോഷം അന്ന് മുഴുവൻ നമ്മൾ ചാനലിലൂടെ കണ്ടതാണ്. നമ്മൾ തൊട്ടപ്പുറത്ത് യു ഡി എഫിന് എന്തിന് ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്ന കുറേ അധികം ജനങ്ങളെ കണ്ടു. അതിന് ഈ പറയുന്ന ഇടതുപക്ഷക്കാർ തന്നെ ഉയർത്തി കാണിക്കുന്ന മറ്റു ചില വീഡിയോകളുണ്ട് സൈബർ ഇടത്തിൽ നിരന്തരം അവർ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് വിഴിഞ്ഞം ഈ പറയുന്ന ഉമ്മൻചാണ്ടി കല്ലിട്ടതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ അന്ന് അവിടെ ഒരു വലിയ പ്രതിഷേധം നടക്കുമ്പോൾ പാതി വഴിയിൽ അതിനെ ഇട്ടിട്ട് പോകുന്ന ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ദേശീയപാത 4 വരിയാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പകുതി വഴി ഇട്ടിട്ട് പോയവരെ കണ്ടു. ഇതെല്ലാം ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്നുണ്ട് യു ഡി എഫിന് നേരെ. അപ്പോൾ ഈ പറയുന്ന ഈ അടിസ്ഥാന വികസനം, അതിനോടൊപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതെല്ലാം കൊടുക്കാൻ ഈ സർക്കാർ കടമെടുത്താണേലും കൊടുക്കാൻ തയ്യാറാകുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടത് എന്താണ്? അടുത്തത് വരാൻ പോകുന്ന ഞങ്ങളാണ്, ഞങ്ങൾ ഈ പണമെല്ലാം എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന് ചോദിക്കുന്ന ഒരു യു ഡി എഫിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ അധികാരം കൈവെള്ളയിൽ കൊണ്ടു കൊടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായി നിൽക്കുമ്പോഴും ഈ പുറംതിരിഞ്ഞ് നിൽക്കുന്ന യു ഡി എഫിനെ കാണുമ്പോൾ പിന്നെ എങ്ങനെ ജനം വോട്ട് ചെയ്യണമെന്നാണ്. അല്ല, കേരളത്തിലെ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെയാണ്. ജനത്തിന് പ്രതിപക്ഷത്തോടൊന്നും വലിയ സ്നേഹവും ബഹുമാനമൊന്നുമില്ല. ഇവരെ ഇറക്കി വിടാൻ ആരായാലും, ഏത് ആൾക്കൂട്ടമായാലും, ഏത് കഴുതകളായാലും കയറി വരട്ടെ, ഇതാണ് സാധാരണ ജനത്തിൻ്റെ ഒരു പാവം. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയൊക്കെ കളികൾ കളിച്ചിട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. മറുവശത്ത് നമ്മൾ പെരുമ്പളം പാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികസന പ്രവർത്തനങ്ങളോ ഒക്കെ ഉയർത്തിക്കാട്ടി ഇതൊക്കെ ജനങ്ങൾക്ക് ഞങ്ങൾ തന്ന ഒരു മഹാസംഭവങ്ങളല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ആ വികസനങ്ങൾ ഒരു കമ്പാരിസണും ഇല്ല. കണ്ണൂർ എയർപോർട്ട് മുതൽ വിഴിഞ്ഞം വരെ നീളുന്ന ഒട്ടനവധി വികസന പദ്ധതികളുമായി ഇപ്പോൾ ഇവർ ചെയ്യുന്ന വികസന പദ്ധതികൾക്ക് യാതൊരു കമ്പാരിസണും ഇല്ല. മറുവശത്ത് ഈ വികസനങ്ങളൊക്കെ പറയുന്നു, ഇതൊക്കെ ജനങ്ങൾക്ക് തന്നില്ല എന്ന് പറയുന്നു. ഈ ജനങ്ങളെ ഇവരെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. സാധാരണ പഴയകാല രാജാക്കന്മാർ, വലിയ ഏകാധിപതികൾ, വലിയ ക്രൂരന്മാരായ ഭരണകർത്താക്കൾ, അവരൊക്കെ അവരുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി രാജ്യത്ത് ദേശത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് കൊട്ടിഘോഷിക്കും, പെരുമ്പറ മുഴക്കി. നമ്മുടെ ദയാലുവായ രാജാവ് അനുകമ്പാപൂർവം ജനങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സുപ്രധാന പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് കൊട്ടിഘോഷിക്കും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ എടുത്തിട്ട് കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വലിയ സ്വേച്ഛാധിപതിയെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ, അങ്ങനെയുള്ള ശ്രമങ്ങൾ ഏത് കാലത്തും തുടരും. അത് ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അതിപ്പോഴും കാണും, തീർച്ചയായിട്ടും കാണും. പിന്നീട് പ്രതിപക്ഷം നന്നായി നിന്നാൽ അവരുടെ കയ്യിൽ നിൽക്കും. അല്ല, 2 പ്രതിഷേധം കാണുമ്പോഴത്തേക്കാണ് ഇട്ടിട്ട് ഓടുന്ന ഒരു യു ഡി എഫ്. അതത്രയേ നടക്കുകയുള്ളൂ. കാരണം അതിനുള്ള ആർജവമേ ആ യു ഡി എഫ് നേതാക്കൾക്കും ആ യു ഡി എഫിനൊപ്പമുള്ള നേതാക്കൾക്കും ഒക്കെയുള്ളൂ. അതിലപ്പുറമൊന്നുമില്ല. പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു 10-20 സീറ്റ് മുസ്ലിം ലീഗ് കൊണ്ടുവരും. ഘടകകക്ഷി ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു 3-4 സീറ്റ് കിട്ടും. CP ജോണിനെ പോലെയുള്ള ഒറ്റപ്പെട്ടവരുടെ സീറ്റ് കിട്ടും. ഇവരെല്ലാം കുറേയധികം ഒരു 10-30 സീറ്റ് കൊണ്ടുവന്ന ഒരു 40 സീറ്റ് ഇപ്പോഴുള്ളതിൻ്റെ ഒന്ന് ഇരട്ടിയാക്കുക. ഇത്രയുള്ള മിനിമം അജണ്ട അതിലൂന്നിയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ൻ്റെ വർക്ക്. അതല്ലാതെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്ത് ഒരു സംഘടനാപരമായ ഒരു ഏകോപനത്തിലൂടെ ഇതിനെയൊക്കെ ഒത്തൊരുമയോടെ കൊണ്ടുപോയി ഒരു വലിയ ക്യാമ്പയിൻ അതൊന്നുമില്ല. ഇതൊക്കെ ഒരു ഒഴുക്കിൽ, ഒരു ഫ്ലൂക്കിലൊക്കെ. ഇത് പിണറായിക്കും അറിയാം. ഇപ്പോൾ പിണറായി ഇപ്പോൾ ചെറ്റത്തരമെന്ന് പറഞ്ഞത്, പിണറായി വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞത് G. സുധാകരനും PV കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും PK ശശിക്കും ഇഷാ പോറ്റിക്കുമൊക്കെ ശേഷം കൂടുതൽ നേതാക്കൾ തന്നെ തേച്ച് പുറത്തിറങ്ങുമോ, ഇറങ്ങിയാൽ താൻ വെറുതെ ഇരിക്കില്ല, താൻ കട്ടയ്ക്ക് പ്രതികരിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, പഴയ ആ ഒരു ശൈലി ഇപ്പോഴും തൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. അത് തന്നെയാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. അതേതായാലും ചീറ്റി, തെരഞ്ഞെടുപ്പിൽ ചീറ്റി. അല്ല, പക്ഷേ അപ്പോഴും ചോദിക്കാനുള്ളൊരു കാര്യം, ഈ BJP-യെ പോലെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെ UDF-നെ പോലെ അല്ല CPM-ൻ്റെ ഒരു സംവിധാനം. അതൊരു കേഡർ പാർട്ടിയാണ്. അപ്പോൾ എത്രത്തോളം ഈ നേതാക്കന്മാർ വന്ന് എത്ര കുളം തോണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വഭാവത്തിന് അത്ര വലിയ മാറ്റം വരുമോ? കാരണം G. സുധാകരനൊക്കെ പോയതുകൊണ്ട് പാർട്ടിക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമോ? കാരണം നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് ഈ പിണറായിയെയൊക്കെ വിമർശിക്കുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് അവിടുത്തെ ഒരു ജനവികാരമുണ്ട്. അതായത് സുധാകരൻ പോയാൽ പോയി, ഈ പറയുന്ന പിണറായി പോയാലും ഈ പാർട്ടി ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അല്ല, കേഡർ പാർട്ടിയും ഇപ്പോഴത്തെ സ്വേച്ഛാധിപത്യ രീതിയിലുള്ള പാർട്ടി കൺട്രോളും തമ്മിൽ നമുക്ക് വലിയ അന്തരമുണ്ട്.
ഒരു കേഡർ പാർട്ടി എന്ന നിലയിലാണ് CPM ഒരു കാലഘട്ടത്തിൽ നിലകൊണ്ടത്. പക്ഷെ പിന്നീട് ഈ കേഡർ പാർട്ടിയുടെ കുഴപ്പം, ഇതൊരു സ്ട്രക്ചേർഡ് യൂണിറ്റാണ്. ആരെങ്കിലും ഈ സ്ട്രക്ചേർഡ് യൂണിറ്റിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരെ ശിക്ഷിക്കാനും അവൻ്റെ തലവെട്ടാനും ഒക്കെ കഴിയുക. നമ്മൾ റഷ്യയിലും ചൈനയിലും ഒക്കെ കണ്ടു. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ഏകാധിപതികൾ സൃഷ്ടിക്കപ്പെടും. കാരണം ഇതൊരു കേഡർ സ്വഭാവമുള്ളതാണ്. അതിൻ്റെ കേഡർ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഘടനാപരമായ സ്വഭാവമാണ്. താഴെത്തട്ടിൽ തുടങ്ങുന്ന ഒരു അടിമയുടെ ജീവിതം തുടങ്ങി അതിനെ കോർത്തിണക്കുന്ന യൂണിറ്റ് സെക്രട്ടറി മുതൽ അങ്ങ് മുകൾ തട്ടിൽ പാർട്ടി സെക്രട്ടറി വരെ നീളുന്ന ഒരു വലിയ ഘടനാപരമായ സംവിധാനം. ആ ഘടനാപരമായ സംവിധാനം ആദ്യം തച്ചുടച്ച് കളഞ്ഞ പിണറായിയാണ്. കാരണം പിണറായിക്ക് പാർട്ടി സെക്രട്ടറി പദത്തിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ ആ രണ്ടിൻ്റെ അധികാരം ഒരുമിച്ചായി. ഇത് വലിയൊരു ഏകാധിപത്യ സ്വഭാവം പിണറായി വിജയൻ എന്ന നേതാവിലുണ്ടാക്കി. പിന്നീട് കേഡർ പാർട്ടിയായി നിന്ന ഈ CPMനെ തൻ്റെ കാൽച്ചുവട്ടിലാക്കി. തൻ്റെ ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു പാർട്ടി സൃഷ്ടിക്കപ്പെട്ടു. അവിടെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളില്ല. അവിടെ വിമർശനങ്ങളില്ല. അവിടെ ആർക്കും പ്രതികരിക്കാൻ കഴിയില്ല. പ്രതികരിക്കാനുള്ളവർ പുറത്തു പോകണം. അങ്ങനെയാണ് ഇപ്പോൾ ചിലർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ചിലർ പ്രതികരിച്ച് തുടങ്ങുന്നത്. പ്രതികരിച്ച് തുടങ്ങിയാൽ ഇവർ ഭയപ്പെടും. നമുക്കറിയാം, ഏകാധിപത്യ രാജ്യങ്ങളുടെ ഒരു ശൈലി എടുത്ത് ഏതെങ്കിലും ജനം സർക്കാരിനെതിരെ ഊഹാപോഹങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർത്തുന്നു എങ്കിൽ അവരുടെ തല വെട്ടും. ഈ പാർട്ടിയിലും അതാണ് സംഭവിക്കുന്നത്. അവരെ ഒന്നുകിൽ പുറത്താക്കും, അവരെ നിർവീര്യരാക്കും. TPയുടെ ഒക്കെ കഥ നമുക്കറിയാമല്ലോ. അപ്പോൾ ഏറ്റവും ക്രൂരമായ ചരിത്രത്തിൻ്റെ ഒരു ഏടിലൂടെയാണ് പോരുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന ആ നേതാവിനെ പലരും വിമർശിക്കുന്നത്, ഇപ്പോൾ പച്ചയ്ക്ക് വിമർശിക്കുന്നത്. പിണറായി വിജയൻ്റെ ഇത്തരം വാക്കുകൾക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നീലക്കുറുക്കൻ ഇനിയും കൂവും. പിന്നെ തീർച്ചയായിട്ടും. എന്തായാലും പിണറായിയുടെ ഒരു ശൈലി ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് പാർട്ടിയിലും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന്, സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത അത്രത്തോളം മലീമസമായ വാക്കുകളാണ് പിണറായിയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു പരിണിത ഫലം പാർട്ടി അനുഭവിക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.